അധിക്ഷേപ പരാമർശം നടത്തിയെന്ന യു പ്രതിഭയുടെ പരാതിയിൽ കേസെടുത്ത് കായംകുളം പോലീസ്. മുസ്ലിം ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീലം ഉള്ളടക്കം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. അമൽ, ഈ ഇർഷാദ് ഖേദപ്രകടനമൊക്കെ നടത്തിയതായിരുന്നു. പക്ഷേ നിയമ നടപടിയിലേക്ക് ഒരുങ്ങുമെന്ന് യു പ്രതിഭ കടുംപിടുത്തത്തിലായിരുന്നു. ഇപ്പോൾ അതിൽ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നു. ന്യൂസ് മലയാളമാണ് ഈ വാർത്ത ആദ്യമായി തന്നെ പുറംലോകത്തെ അറിയിക്കുന്നത്. അതിനുശേഷം സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്ന് എ ഇർഷാദിനെതിരെ, അതായത് കായംകുളത്തെ എം ലിജുവിന്റെ UDF സ്ഥാനാർത്ഥിയുടെ UDF മണ്ഡലം കൺവീനർ ആയിരുന്നു അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഒരു അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശം യു പ്രതിഭയ്ക്ക് എതിരായി ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ കായംകുളം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് ജില്ലയുടെ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർ തന്നെ ഈ ഒരു കാര്യത്തിൽ കേസെടുക്കണമെന്ന് പോലീസിനോട് നിർദ്ദേശം നൽകിയിരുന്നു. യു പ്രതിഭയുടെ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ FIR ഒന്നും പുറം ലോകത്തിന് ലഭ്യമാകുന്നില്ല. പ്രത്യേകിച്ചും ഇത്തരം ഒരു കേസിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ടും സ്ത്രീത്വത്തെ അപമാനിക്കുവാനുള്ള നടപടികളടക്കമുള്ള കുറ്റകൃത്യമായതിനാലൊക്കെ കൂടിയാണ് ആ ഒരു FIR ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുക, അതായത് സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല പ്രചരണം നടത്തുക, അശ്ലീല ചുവയോടുകൂടിയിട്ടുള്ള പരാമർശങ്ങൾ നടത്തി അപമാനിക്കുക തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എ ഇർഷാദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുവാനും അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികളുമായി കായംകുളം പോലീസ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.